നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ആമയിഴഞ്ചാൻ തോടിൽ ഒരു തൊഴിലാളി, ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ആശങ്കയിലാണ്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നമുക്കതിന് തത്സമയ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു. ആമയിഴഞ്ചാൻ റോഡിൽ മണിക്കൂറുകളായി മാരായിമുട്ടം സ്വദേശിയായ ജോയി എന്ന് പറയുന്ന കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് അല്ലേ? ശുചീകരണ പ്രവർത്തനത്തിനിടയിൽ ആണ് അതിലേക്ക് വീണു പോകുന്നത്. പിന്നെ അത് അയാളെ കണ്ടെത്താൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവിടെ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കിടക്കുന്നു. അവിടെ തിരച്ചിൽ നടത്താൻ പോലും പറ്റാത്ത രീതിയിൽ മാലിന്യം അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, 2-3 ആൾ പൊക്കത്തിൽ മാലിന്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏറെ ദുഷ്കരമാണ് ഇനി ഈ രാത്രിയിലുള്ള പ്രവർത്തനം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലുള്ള ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗത്തെ സ്ലാബുകൾ ഇളക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടി വലിയ രീതിയിൽ സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ ഈ സ്ഥലത്ത് എത്തിയിരുന്നു. അഗ്നിശമന സേനാ വിഭാഗം എത്തിയിരുന്നു. കോർപ്പറേഷൻ ഈ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കോർപ്പറേഷൻ മേയർ നമ്മളോട് പറയുന്നു. എന്നാൽ റെയിൽവേ ഇത് കോർപ്പറേഷൻ നീക്കം ചെയ്തില്ല എന്ന് മറിച്ചൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 ആൾ പൊക്കത്തിലുള്ള മാലിന്യ കൂമ്പാരത്തിലേക്കാണ് ഈ ജോയി ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പോൾ റോബോട്ടിക് വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. കാരണം അവിടെ മനുഷ്യ സാധ്യമല്ല അത്തരം മാലിന്യങ്ങൾക്കിടയിലൂടെ ആമയിഴഞ്ചാൻ തോടിലെ ഈ സ്ലാബിനിടയിലൂടെ പോയി പരിശോധന നടത്തുക എന്നുള്ളത്. പക്ഷേ റോബോട്ടിനത് സാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ജെൻ റോബോട്ടിക്സിൻ്റെ റോബോട്ട് ഇതുപോലെയുള്ള മാൻഹോളിൽ ഇറങ്ങി മാലിന്യം നീക്കാനും അതുപോലെ തന്നെ മാൻഹോളിൽ ഒരാൾ പെട്ടുപോയാൽ രക്ഷിക്കാനും കഴിയുന്ന റോബോട്ടാണ്. അത് ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റോബോട്ടാണ്. ആ റോബോട്ടിനെ ഇറക്കിയുള്ള തെരച്ചിൽ ഒരുപക്ഷെ ഫലം കണ്ടേക്കാം. പക്ഷേ അപ്പോഴും സ്റ്റേഷനോട് അടുപ്പിച്ചുള്ള ആ ഭാഗത്തുള്ള ആ ടണലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭീഷണിയായി നിൽക്കുന്നത്. 12 കിലോമീറ്റർ നീളമുള്ള തോടാണ് ആമയിഴഞ്ചാൻ തോട്. അപ്പോൾ റെയിൽവേ ലൈൻ കടന്നു പോകുന്ന വഴിയിൽ സ്റ്റേഷന് കുറുകെ ഈ തോട് കടന്നു പോകുന്ന ഭാഗമുണ്ട്. അപ്പോൾ ട്രാക്കിനടിയിലൂടെ പോകുന്ന ആ ഭാഗത്തിന് വീതിയില്ലാത്തത് ഒരു പ്രതിസന്ധിയാണ്. ടണൽ പോലെ നിൽക്കുന്ന ഇടത്ത് സ്കൂബ സംഘത്തിന് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തെരച്ചിൽ അവസാനിപ്പിക്കാൻ നിവൃത്തില്ല. ഇനിയിപ്പോൾ ഏക പ്രതീക്ഷ ജെൻ റോബോട്ടിക്സ് ടീമിന്റെ മാൻഹോളിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്ന റോബോട്ടാണ്. 2 ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, ജെൻ റോബോട്ടിക്സ് ഇറക്കിയുള്ള തെരച്ചിൽ നടത്തുന്നു, ഒപ്പം തന്നെ സ്ലാബ് ഇളക്കിയുള്ള പരിശോധനയും. ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുക. പക്ഷേ സാധാരണ രീതിയിൽ ആ സ്ലാബിനടിയിലേക്ക് എന്തെങ്കിലും പെട്ടുപോയാൽ പിന്നെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. അതീവ ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി മാരായിമുട്ടത്തെ സ്വദേശിയായ ജോയിയും മറ്റു 4 പേരും ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ പൊടുന്നനെ മഴ പെയ്യുന്നു. ആ കനത്ത മഴയിൽ വെള്ളം പെട്ടെന്ന് ഒലിച്ചു വരുന്നു. ആ ഒലിച്ചു വരുന്ന സമയത്ത് കാൽ വഴുതി താഴേക്ക് പോകുന്നു. കയറ് കൊടുത്തിട്ടും രക്ഷിക്കാൻ കഴിയാതെ മാരായിമുട്ടം സ്വദേശിയായ ജോയി ആ മാലിന്യ കുമ്പാരങ്ങൾ പേറുന്ന ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ വലിയ ആഴമൊന്നും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. വീണ ഭാഗത്ത് വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ശുചീകരണ തൊഴിലാളിക്ക് മാത്രം സംഭവിക്കാവുന്നതല്ല, ആർക്കും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാലിന്യം ഈ വലിച്ചെറിയുന്ന തോട്ടിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുക എന്നുള്ളതൊരു സ്ഥിരമായിട്ട് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെ മാറിയിരിക്കും. ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ള പ്രതികരണം റെയിൽവേ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ശുചിയാക്കേണ്ട ഭാഗമാണ്. കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനാണ് ഈ മാരായിമുട്ടം സ്വദേശി ജോയി. ജോയിയുടെ ജീവൻ ഉത്തരവാദിത്വം പറയേണ്ടത് കോർപ്പറേഷൻ തന്നെയാണ്. കാരണം കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ വെള്ളത്തിൽ ഒരു കല്ലിൽ പിടിച്ചു നിന്നാണ് ഈ മാലിന്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. കോർപ്പറേഷൻ അതിന് പറയുന്ന പ്രതിരോധം ന്യായമെന്ന് പറയുന്നത് 1 മാസം മുമ്പ് തന്നെ റെയിൽവേക്ക് കത്ത് കൊടുത്തിരുന്നു. ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് അടിയന്തരമായി നീക്കം ചെയ്യണം. കാര്യം റെയിൽവേയുടെ പരിധിയിലുള്ള ഏരിയയാണ്. അപ്പോൾ ആ ഭാഗത്ത് സ്ലാബ് നീക്കാനോ ഒന്നും കോർപ്പറേഷന് കഴിയില്ല. പക്ഷേ അവിടെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ തൊഴിലാളിക്ക് വേണ്ടത്ര സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. മാത്രവുമല്ല അവിടെ മെഷീൻ ഉപയോഗിച്ച് നീക്കം ചെയ്യേണ്ടത് മാനുവൽ സ്കാവെഞ്ചിങ് നിരോധിച്ചിട്ടുള്ളതാണ്. ഇത് സ്കാവെഞ്ചറിങ് അല്ല. പക്ഷേ എന്നാൽ പോലും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് അതീവ ദുർഘടമായൊരു പ്രദേശമാണ് ഈ സ്ലാബിനടിവശം. അവിടെ 2-3 ആൾ പൊക്കത്തിൽ മാലിന്യം വന്ന് കുമിഞ്ഞുകൂടിയിരുന്നു എന്നുള്ളതാണ്. നഗരജീവികൾ മാലിന്യം വലിച്ചെറിയുന്നത് തുടരുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനാണ്. നമുക്കൊപ്പം റിനു സീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. റിനു സീധർ, ഇപ്പോൾ റോബോട്ടിക്സ് ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലും ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താണ് തെരച്ചിൽ നടത്തുന്നവർ പറയുന്നത്? ഇനി എന്താണ്, ഏത് തരത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുക? രാത്രിയായി കഴിഞ്ഞു. സ്ലാബിനടിയിൽ തെരച്ചിൽ നടത്തുക അതീവ ദുഷ്കരമാണ്. ഏത് രീതിയിലാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോവുക?
അരുൺകുമാർ, ജോയിയെ തിരയുന്നത് സംബന്ധിച്ച് പറയുമ്പോൾ ദുഷ്കരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം രാത്രിയായി, ഏകദേശം രക്ഷാദൗത്യം തുടങ്ങി 10 മണിക്കൂറോളമാകുന്നു എന്നുള്ളതാണ്. ഇതുവരെയും ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ആമയിച്ചാൻ തോട്ടിൽ ഈ ജീവനക്കാരെ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ യന്ത്രം ടെക്നോ പാർക്കിൽ നിന്ന് എത്തിച്ച്, അതായത് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് രക്ഷാദൗത്യത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയത്. തുടർന്ന് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ഈ മാലിന്യങ്ങൾ, അതായത് റെയിൽവേ കോമ്പൗണ്ടിനകത്തുള്ള സ്ലാബ് നീക്കി ആ സ്ലാബിനകത്തേക്ക് ഈ മിഷൻ ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ജെൻ റോബോട്ടിക് എന്ന് പറയുന്ന കമ്പനിയുടെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ സ്കൂബ ടീം രക്ഷാദൗത്യം അവസാനിപ്പിച്ചിരുന്നു. കാരണം ഈ രാത്രി ആയതോടുകൂടി തന്നെ അവർക്ക് ദുഷ്കരമാണ് രക്ഷാദൗത്യം. എങ്കിൽ പോലും അവർ ഇപ്പോഴും ഉണ്ട്, ഫയർഫോഴ്സും ഇവിടെയുണ്ട്. ഈ മാലിന്യം നീക്കുക മാത്രമാണ് യന്ത്രം ചെയ്യുന്നത്. അങ്ങനെ മാലിന്യം നീക്കി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇറങ്ങാനും ജോയിയെ കണ്ടെത്താനുമുള്ള നടപടികൾ നടത്തുക ഫയർഫോഴ്സ് സംഘമായിരിക്കും, സ്കൂബ ടീം ആയിരിക്കും എന്നുള്ളതാണ്. ഒപ്പം ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് ഞങ്ങളെ അറിയിച്ചത് എന്ന് പറയുന്നത് NDRF സംഘം എത്തുമെന്നുള്ളതാണ്. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി എത്തുമെന്നുള്ളതാണ്. ഒപ്പം നേവിയോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നേവിയും എത്തും എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുക. ഒപ്പം ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും അതുപോലെ തന്നെ A റഹീം MP ഉൾപ്പെടെയുള്ളവരും സംഭവ സ്ഥലത്തുണ്ട്. ജില്ലാ കളക്ടറുമുണ്ട്. ഇവരുടെ ഒരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. 2 റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ, ജെൻ റോബോട്ടിക്സിന്റെ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്? ഒരെണ്ണം ഇപ്പോൾ ഈ ജോയി ഇറങ്ങിയ ഭാഗത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇതിൻ്റെ ഈ വാൽവ് ഉള്ളിലേക്ക് വെക്കുകയും അതുവഴി ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്ന കേബിൾ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഈ മാലിന്യം നീക്കം ചെയ്യുക. ആ മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം പിന്നീട് മാനുവലായിട്ട് ജോയിയുടെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിയെ കണ്ടെത്താൻ സാധിച്ചാൽ അവിടേക്ക് മാനുവലായി തന്നെ പോകേണ്ടി വരും, അല്ലേ? അരുൺകുമാർ, അതിൽ ചെറിയൊരു തിരുത്ത് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ 2 റോബോട്ടുകളെ എത്തിക്കും എന്നുള്ളതാണ്, 2 യന്ത്രങ്ങൾ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമാണ് നിലവിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ആമയിഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായ സ്ഥലത്തല്ല ഇപ്പോൾ രക്ഷാദൗത്യം നടക്കുന്നത്. അവിടെ ഏകദേശം 40 മീറ്ററോളം ഉള്ളിലേക്ക് സ്കൂബ ടീമിന് എത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങും ജോയിയെ കണ്ടെത്താനാകാത്തത് കൊണ്ട് തന്നെ റെയിൽവേ കോമ്പൗണ്ടിന് അകത്തുള്ള സ്ലാബാണ് ഇളക്കിയിരിക്കുന്നത്. ആ സ്ഥലത്ത് ഒരു ജെൻ റോബോട്ടിക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ 2 റോബോട്ടിക് യന്ത്രം എത്തിച്ചെങ്കിൽ പോലും നിലവിൽ ഈ സ്ഥലത്ത്, അതായത് റെയിൽവേ സ്റ്റേഷന് മധ്യഭാഗത്തായിട്ടുള്ള സ്ലാബ് ഇളക്കി മാറ്റിയാണ് ഇപ്പോൾ അവിടെ നിന്നാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഭാഗത്താണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്, അല്ലേ? അതായത് 1ഉം 2ഉം പ്ലാറ്റ്ഫോമുകൾ പിന്നിട്ട് 140 മീറ്ററോളം വലിപ്പമുള്ള ആ ടണലിന്റെ ഏകദേശം മധ്യഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഏകദേശം 40 മീറ്റർ കഴിഞ്ഞ് 3-4 പ്ലാറ്റ്ഫോമുകളുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ സ്ലാബുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ മാറ്റിയിരുന്നു. അതായത് ജോയിയെ കാണാതായി അരമണിക്കൂറിനകം തന്നെ ഈ സ്ലാബുകൾ മാറ്റി അവിടെ ഈ കമ്പി വേലി കൊണ്ട് സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ജോയി ഒഴുകിയെത്തിയാൽ തടഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം. അതിനു മുമ്പ് ഈ അരമണിക്കൂറിന് മുമ്പ് അവിടം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയെങ്കിൽ മാത്രമേ ജോയിയെ ഈ ഒരു രക്ഷാദൗത്യത്തിലും കണ്ടെത്താനാകാതിരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവരുടെ പ്രതീക്ഷ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവിടുത്തെ മാലിന്യം മാറ്റണം. ആദ്യഘട്ടത്തിൽ ജോയിയെ കാണാതായ സ്ഥലത്താണ് വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നത്. രക്ഷാദൗത്യത്തിന് ഒരു ആശങ്ക സൃഷ്ടിച്ചത് ഈ മാലിന്യമാണ്. അവിടെ JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ നഗരസഭാ ജീവനക്കാർ ഉൾപ്പെടെ എത്തി ആ മാലിന്യം കോരി മാറ്റി ഏകദേശം 6 ലോറിയോളം മാലിന്യം അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അവിടെ നിന്ന് 40 മീറ്റർ ഉള്ളിലേക്ക് കടന്ന ഈ സംഘം നോക്കിയെങ്കിൽ പോലും, സ്കൂബ ടീം നോക്കിയെങ്കിൽ പോലും ജോയിയെ കണ്ടെത്താനായില്ല. ആ 40 മീറ്ററിന് ഇപ്പുറം വശത്ത് ഈ സ്ലാബ് മാറ്റിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം